ഹലോ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ വന്നിരിക്കുന്നത് ഈ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡയറ്റ് പ്ലാൻ ആയിട്ടാണ്. ഇതിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1 കപ്പോളം പാല് വരും. ഇത് തിളപ്പിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഓട്സ്. ഇത് ഏകദേശം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്ര എന്ന് വെച്ചാൽ അത്ര എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചിയാ സീഡ്. പിന്നെ വരുന്നത് ഫ്രൂട്ട്സ് ആണ്. ഇതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് ആണ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഓട്സ് 1 കപ്പ് ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. അതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാം. മാതള നാരങ്ങ. നമ്മൾ ചെയ്യുമ്പോൾ ലെയർ ബൈ ലെയറായിട്ട് വേണം ചെയ്യാനായിട്ട്. ആപ്പിള് ചെറിയ പീസായി കട്ട് ചെയ്ത ആപ്പിളാണ്. നമുക്ക് കഴിക്കാനായിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്ത്. ഇതൊക്കെ ഫ്രൂട്ട്സ് ഇടുമ്പോൾ അത്രയും നല്ലതാണ്, ഹെൽത്തിയാണ്. കാരണം പാലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലോണം വിശപ്പുണ്ടാകും. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ അത്രയും നല്ലത്. റോസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നട്ട്സ് ഏതൊക്കെ വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കടല ആയതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ചിയാ സീഡ് ആഡ് ചെയ്യണം. ചിയാ സീഡ് ഏകദേശം 1 ടീസ്പൂണോളം ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിയാ സീഡ് മസ്റ്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹൈ ഫൈബർ ഉണ്ട്. നമുക്ക് വിശക്കൊന്നുമില്ല കുറേ നേരം. ഇപ്പോൾ മോർണിംഗ് ഒക്കെയാണ് ഇത് കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വിശക്കില്ല. ചിക്കൻ്റെ ഫുഡ് ഞാൻ ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം. പാൽ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം ഓട്സ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം മാതളം ഇട്ട് കൊടുത്തു. മാതളം വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തത് പഴമാണ്, അതുപോലെ തന്നെ ആപ്പിള്. പിന്നെ അതിന് ശേഷം ഇട്ട് കൊടുത്തത് കപ്പലണ്ടി. കപ്പലണ്ടി ഇപ്പോൾ ഈ ലാക്ടേറ്റിംഗ് മദേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് പാലുണ്ടാവാനും അതുപോലെ തന്നെ ലാക്ടേഷനൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അതിന് ശേഷം ഇട്ട് കൊടുത്തത് ചിയാ സീഡ്. അതുപോലെ തന്നെ ചിയാ സീഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം, അത് സ്കിപ്പ് ചെയ്യരുത്. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ തേനൊക്കെ ഒഴിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഷുഗർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നൈറ്റാണ്. ഇപ്പോൾ മോർണിംഗിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൈറ്റ് ചെയ്ത് വയ്ക്കും, മോർണിംഗ് എടുത്ത് കഴിക്കും. നൈറ്റ് ചെയ്ത് വയ്ക്കുന്നതെന്ന് വെച്ചാൽ നല്ല മറ്റേ ഓട്സൊക്കെ അതിൽ സോക്കായി നല്ല അടിപൊളിയായിട്ട് സെറ്റായിരിക്കും. അതുപോലെ തന്നെ ചിയാ സീഡൊക്കെ ഇങ്ങനെ അതിൽ കിടന്ന് ഇങ്ങനെ പൊന്തി വന്ന് കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ തേന് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇത് ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. മോർണിംഗ് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.